പല കക്ഷികൾ ഒന്നിച്ചും വേർതിരിഞ്ഞുമൊക്കെ ഭരിച്ചു. പക്ഷെ നേപ്പാളിന്റെ കാര്യത്തിൽ, അല്ലെ നേപ്പാളിലെ ജനങ്ങളുടെ കാര്യത്തിൽ ഒരു പുരോഗതി ഉണ്ടായില്ല. പട്ടിണിക്കാർ വീണ്ടും കൂടുതൽ പട്ടിണിക്കാരായി. അതേസമയം അധികാരം കൈയാളിയവര്, നേരത്തെ രാജകുടുംബവും അവരുമായി ബന്ധപ്പെട്ടവരുമായിരുന്നു രാജ്യത്തിന്റെ സ്വത്ത് നിയന്ത്രിച്ചിരുന്നെങ്കിലേ പിന്നീട് ജനാധിപത്യ മുതലാളിമാരുടെ കയ്യിലേക്ക് വന്നു. അവരാണല്ലോ പിന്നത്തെ രാജാക്കന്മാര്, ജനകീയ രാജാക്കന്മാര്. പിന്നീട് അവരെല്ലാം പിടിച്ചെടുത്തു. രാജ്യത്തിന്റെ സ്വത്ത്, രാജ്യത്തിലെ തൊഴില്, രാജ്യത്തിലെ അവസരങ്ങള്, ഇതെല്ലാം അവരുടെ കൈവശമായി. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം 2 പടുകൂറ്റൻ ഹോട്ടലുകൾ, ഹിൽട്ടൺ അല്ലേ, അത് കത്തിച്ചല്ലോ. ഇതൊക്കെ അവിടെ ജനാധിപത്യ ഭരണക്രമം വന്നതിന് ശേഷം അധികാരം പിടിച്ച ചില മന്ത്രിമാരുടെ മക്കളുടേതാ. അതൊക്കെ ജനങ്ങളുടെ ചെലവിൽ ഉണ്ടാക്കിയതാ. അതുകൊണ്ടാണ് അവർ പാർലമെന്റ് മന്ദിരമൊക്കെ ലക്ഷ്യമിട്ടതുപോലെ ഈ ഹോട്ടലുകളും ടാർഗറ്റ് ചെയ്തത്. അതെല്ലാം ശരിയല്ലാത്ത വഴികളിലൂടെ വന്ന ധനം കൊണ്ട്, പണം കൊണ്ട് കെട്ടിപ്പൊക്കിയ അധികാരത്തിന്റെയും സാമ്പത്തിക അധികാരത്തിന്റെയും ഒക്കെ ചിഹ്നങ്ങളായിരുന്നു.